ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ സ്വന്തം നോട്ടിൽ എഴുതി പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സിൻ്റെ വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര ബെറ്റർ ഒന്നും അല്ല. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് ചോദിക്കുക കേട്ടോ, എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ. സോ എൻ്റെ മലയാള ഹാൻഡ് റൈറ്റിംഗ് അത്ര ഭംഗിയായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് അല്ല. സോ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയ നോട്ട്സാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1 എന്തായിരുന്നു? നമ്മുടെ സെറ്റ്സിനെ പറ്റിയുള്ളതാണ്. അതായത് നമുക്കിത് മലയാളത്തിൽ പഠിക്കണമുണ്ട്. നമുക്ക് ഫസ്റ്റ് നോക്കാം. സെറ്റ്സിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ ഗണം എന്നാണ്. സെറ്റിന് മലയാളത്തിൽ പറയുന്ന പേര് ഗണം എന്നാണ്. അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എന്താ, നമുക്ക് കറക്റ്റായിട്ട് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. പക്ഷെ നമുക്ക് മലയാളത്തിൽ എന്ത് പറയാം? വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം സംഖ്യകളെയോ ചിഹ്നങ്ങളെയോ വസ്തുക്കളെയോ ഒരു ഗണം എന്ന് പറയാം. നമ്മൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, നമ്പേഴ്സ് ഓർ സിമ്പിൾസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ. അപ്പോൾ അതുപോലെ തന്നെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന, ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം സംഖ്യകളെയോ ചിഹ്നങ്ങളെയോ വസ്തുക്കളെയോ ആണ് നമ്മൾ എന്തെന്ന് പറയാം? ഒരു ഗണം എന്ന് പറയാം. ഗണം മീൻസ് സെറ്റ്. അപ്പോൾ സെറ്റിന്റെ മലയാളം വാക്ക് പഠിച്ചു വെക്കുക, ഗണം എന്നാണ്. നമ്മൾ അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഗണങ്ങൾക്ക് പേര് നൽകുക. നമ്മൾ സെറ്റ് എ, സെറ്റ് ബി അങ്ങനെയല്ലേ. അപ്പോൾ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എ, ബി, സി അങ്ങനെ ഏത് ലെറ്റേഴ്സ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. സെറ്റ് എന്ന് വെച്ചാൽ ഗണം. ഓക്കെ, ഗണങ്ങളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ, ബി, സി എന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. നമ്മൾ ഇനി കുറച്ച് എക്സാമ്പിൾ നോക്കാം. സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വ്യക്തമായി നിർവചിക്കാൻ പറ്റുന്നതായിരിക്കണമെന്ന്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു വർഷത്തിലെ ജെയിൽ തുടങ്ങുന്ന മാസങ്ങൾ. അപ്പൊ എന്താണ്? നമുക്ക് ജെയിൽ തുടങ്ങുന്ന മാസങ്ങൾ നമുക്ക് അത് എണ്ണിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതെന്താണ്? കറക്റ്റായിട്ട് നമുക്ക് ജെയിൽ തുടങ്ങുന്ന മാസങ്ങൾ ഏതാണ്? ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, പിന്നെ ഏതാണ്? ജാനുവരി ഉണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ജെയിൽ തുടങ്ങുന്ന മാസങ്ങൾ കറക്റ്റായിട്ട് എണ്ണിയെടുക്കാൻ പറ്റുന്നുണ്ട്, വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. സോ ഇതെന്താണ്? ഒരു സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ശ്രേഷ്ഠരായ 10 എഴുത്തുകാരുടെ കൂട്ടം. അപ്പൊ അതൊരു സെറ്റാണോ? അത് സെറ്റല്ല, അതൊരു ഗണമല്ല. കാരണം എന്താ? ഏറ്റവും ശ്രേഷ്ഠമായ, അതായത് നമുക്ക് ഒരാളുടെ കഴിവിനെ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുമോ? അപ്പൊ ഇതിനകത്ത് ഇന്ന ആളാണ് കഴിവ് വെച്ച് ബെറ്റർ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്താണ്? ശ്രേഷ്ഠരായ 10 എഴുത്തുകാരെന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സെറ്റ് ആവത്തില്ല, ഒരു ഗണം ആവത്തില്ല. കാരണം നമുക്ക് ഒരാളുടെ കഴിവിനെ മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ തേർഡ് വൺ, ലോകത്തിലെ ഏറ്റവും കേമന്മാരായ 11 ക്രിക്കറ്റ് ബാറ്റ്മാൻസ്. ഓക്കെ, അപ്പോൾ ക്രിക്കറ്റ് കളിക്കാരിൽ ഏറ്റവും കേമന്മാരായ, ഏറ്റവും മിടുക്കന്മാരായ 11 പേര്. അപ്പോൾ നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ പറ്റുമോ? അതൊന്നും നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ട് എണ്ണിയെടുക്കാൻ പറ്റാവുന്ന ഒരു മെഷർ അല്ല. അതുകൊണ്ട് എന്താണ്? അതും ഒരു സെറ്റല്ല. ക്ലാസ്സിലെ മുഴുവൻ ആൺകുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ കൂട്ടം. ഓക്കെ, ഒരു ക്ലാസ്സിൽ ഇപ്പം മൊത്തം 20 പേരുണ്ടെങ്കിൽ അതിനകത്ത് 5 ആൺകുട്ടികളെ ആകെയുള്ളൂ. അപ്പം നമുക്ക് എന്താണ്? ഒരു ക്ലാസ്സിൽ നിന്ന് എത്ര ആൺകുട്ടികളുണ്ട് നമുക്ക് കറക്റ്റായിട്ട് എണ്ണി പറയാൻ പറ്റും. സോ ഇതെന്താണ്? ഒരു സെറ്റാണ്. ഇനി 100-ൽ കുറവായ എണ്ണൽ സംഖ്യകൾ മീൻസ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, 100-ൽ കുറവായ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3 മുതൽ 99 വരെ വരും. അപ്പോൾ അത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. സോ ഇതൊരു സെറ്റാണ്. ഇനി സാഹിത്യകാരൻ മുൻഷി പ്രേംചന്ദിന്റെ നോവലുകളുടെ കൂട്ടം. അതെന്താണ്? അപ്പൊ മുൻഷി പ്രേംചന്ദ് എഴുതിയ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ പോരെ. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ മാത്രമല്ലേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്കത് എന്ത് പറ്റും? കൗണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ അതൊരു സെറ്റാണ്. ഇനി ഇരട്ട പൂർണ്ണസംഖ്യകളുടെ കൂട്ടം. പൂർണ്ണസംഖ്യ മീൻസ് ഇൻഡിജേഴ്സ്. ഓക്കെ, ഇരട്ട പൂർണ്ണസംഖ്യ, ഈവൻ ഇൻഡിജേഴ്സിന്റെ കൂട്ടം. അതെന്താണ്? നമുക്ക് ഈവൻ ഇൻഡിജേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമല്ലോ. അതും എന്താണ്? ഒരു സെറ്റാണ്. ഇനി ഈ പാഠത്തിലെ ചോദ്യങ്ങളുടെ ശേഖരം. ഈ പാഠം എന്ന് പറഞ്ഞാൽ സെറ്റിനകത്ത്. ഓക്കെ, അപ്പൊ ഒരു ചാപ്റ്ററിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റായിട്ട് എണ്ണിയെടുക്കാൻ പറ്റുമല്ലോ. സോ അതും എന്താണ്? ഒരു സെറ്റാണ്. ഇനി ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മൃഗങ്ങളുടെ കൂട്ടം. അതൊരു സെറ്റാണോ? നമുക്ക് ഏത് ആനിമലാണ് ഏറ്റവും അപകടകാരി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഓരോരുത്തരുടെ അതുപോലെയല്ലേ. നമുക്ക് 10 പേരെ എടുത്താൽ അയാൾ വേറെ 10 പേരായിരിക്കും പറയുന്നത്. അങ്ങനെ നമുക്ക് എന്താണ്? കറക്റ്റായിട്ട് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരേ ആൻസർ കിട്ടത്തില്ല എങ്ങനെ പറഞ്ഞാലും. സോ അതും എന്താണ്? സെറ്റല്ല. അപ്പൊ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് എന്താണ്? സെറ്റ് വരിക. സെറ്റിന്റെ മലയാളം ഗണം എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിളുമാണ്. സെറ്റ് എന്താണ്? അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്.